ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഏത്തപ്പഴം കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഏത്തപ്പഴം കാളൻ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 2 ചെറിയ ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും ചേർക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലോ അരകല്ലിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കുക. നല്ല മഷി പോലെ ഇതിനെ അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് അരപ്പ് റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് താളിച്ചത് റെഡിയാക്കാം. അപ്പോൾ ഒരു ചെറിയ ഫ്രൈങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ മെൽറ്റായി ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് മുഴുവനും പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുളക് തണ്ടോടുകൂടി തന്നെ ഒരു 2-3 ഉണക്കമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കണം. ഏറ്റവും അവസാനമാണ് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഏത്തപ്പഴം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേവിക്കേണ്ടത്. ഒരുപാട് ഏത്തപ്പഴം വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിനെ തിളപ്പിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ സദ്യ സ്പെഷ്യൽ ഏത്തപ്പഴം കാളൻ റെഡി ആയി കഴിഞ്ഞു. ഇതിനെ ഉടനെ തന്നെ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നവരെ ഇതിനെ ഒന്ന് അടച്ച് വെക്കാം. സെർവ് ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. സദ്യ സ്പെഷ്യൽ ഏത്തപ്പഴം കാളൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഓണത്തിന് മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് ഓണ റെസിപ്പീസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.